അയർലൻഡിനെതിരെ ആദ്യ T20 മത്സരത്തിൽ ഇന്ത്യയുടെ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ മലയാളി താരം സഞ്ജു സാംസൺ വീണ്ടും വിമർശനങ്ങളുടെ കേന്ദ്രത്തിലായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുൻ ഇന്ത്യൻ താരം സഞ്ജയ് മഞ്ജ്രേക്കർ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. മഞ്ജ്രേക്കർ പറയുന്നത് വളരെ വ്യക്തമാണ്. സഞ്ജു സാംസൺ ഇനി വളരെ ശ്രദ്ധിക്കണം. കാരണം വൈഭവ് സൂര്യവംശി അദ്ദേഹത്തിൻ്റെയും അഭിഷേക് ശർമ്മയുടെയും സ്ഥാനത്തിന് പിന്നാലെ തന്നെ നിൽക്കുകയാണ്. ഇന്ത്യയുടെ അയർലൻഡിനെതിരെ ആദ്യ T20 മത്സരത്തിൽ സഞ്ജുവും അഭിഷേക് ശർമ്മയുമായിരുന്നു ഓപ്പണർമാർ. ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന യുവതാരം വൈഭവ് സൂര്യവംശിക്ക് പ്ലേയിങ് 11-ൽ ഇടം ലഭിച്ചില്ല. എന്നാൽ അവസരം ലഭിച്ച സഞ്ജുവിന് അത് പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല. വെറും 4 പന്തുകൾ മാത്രം നേരിട്ട അദ്ദേഹം 5 റൺസിന് പുറത്തായി. ജയ് മൂണ്ട്രയുടെ പന്തിൽ സഞ്ജുവിൻ്റെ ഇന്നിംഗ്സ് അവസാനിച്ചു. ഇന്ത്യയുടെ തുടക്കം തന്നെ തകർന്നതോടെ പിന്നീട് മത്സരം കൈവിടുകയും ചെയ്തു. ഇതോടെയാണ് മഞ്ജ്രേക്കറുടെ മുന്നറിയിപ്പ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സഞ്ജു സാംസൺ ഇനി ഒന്നും നിസ്സാരമായി കാണാൻ പാടില്ല. കാരണം വൈഭവ് സൂര്യവംശി അദ്ദേഹത്തിൻ്റെയും അഭിഷേക് ശർമ്മയുടെയും സ്ഥാനത്തിന് തൊട്ടു പിന്നിലുണ്ട്. അതായത് ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഒരു മോശം പ്രകടനം പോലും ടീമിലെ സ്ഥാനം അപകടത്തിലാക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ സൂചന. എന്നാൽ അതോടൊപ്പം മഞ്ജ്രേക്കർ മറ്റൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. വൈഭവ് സൂര്യവംശി കളിച്ചിരുന്നെങ്കിൽ മത്സരഫലം മാറുമായിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വൈഭവ് ടീമിലുണ്ടായിരുന്നാലും വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഇന്ത്യ പിന്തുടർന്ന ലക്ഷ്യം വളരെ വലുതായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ അതിവേഗം റൺസ് കണ്ടെത്തുകയും ആ വേഗം മുഴുവൻ ഇന്നിംഗ്സിലുടനീളം നിലനിർത്തുകയും ചെയ്യേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വൈഭവ് ചിലപ്പോൾ അഭിഷേകിനേക്കാൾ കുറച്ചുകൂടി മികച്ച തുടക്കം നൽകിയേക്കുമായിരുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം മത്സരം ജയിക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ് മഞ്ജ്രേക്കറുടെ വിലയിരുത്തൽ. ലക്ഷ്യം അത്രയും കഠിനമായിരുന്നു. അതോടൊപ്പം പിച്ചും ബാറ്റിങ്ങിന് അനുകൂലമായിരുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈഭവിന്റെ സമീപകാല പ്രകടനങ്ങളും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഡംബുളിൽ നടന്ന ട്രൈ സീരീസിലും വൈഭവിന് സിക്സറുകൾ എളുപ്പത്തിൽ നേടാൻ കഴിഞ്ഞില്ല. അതിനാൽ അയർലൻഡിലെ സാഹചര്യങ്ങളും അദ്ദേഹത്തിന് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് മഞ്ജ്രേക്കറുടെ വിലയിരുത്തൽ. ഇനി മത്സരത്തിലേക്ക് വരാം. പുതിയ നായകൻ ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഇന്ത്യക്ക് ഇത് വളരെ നിരാശാജനകമായ തുടക്കമായി. ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് 20 ഓവറിൽ 182 റൺസ് നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 18.5 ഓവറിൽ 148 റൺസിന് എല്ലാവരും പുറത്തായി. 34 റൺസിന്റെ ചരിത്ര വിജയമാണ് അയർലൻഡ് സ്വന്തമാക്കിയത്. 2020 ഫോർമാറ്റിൽ ഇന്ത്യക്കെതിരെ അയർലൻഡിന്റെ ആദ്യ ജയമാണിത്. ഇതിനു മുമ്പ് ഇന്ത്യ തുടർച്ചയായി 8 മത്സരങ്ങൾ ജയിച്ചിരുന്നു. ആ വിജയ പരമ്പരയും ഇതോടെ അവസാനിച്ചു. അയർലൻഡിനായി മാത്യു ഹൊള്ളാർഡ്, മാത്യു ഹംഫ്രിയും 3 വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യയുടെ ബാറ്റിംഗ് തകർത്തു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റമാണ്. ആദ്യ മത്സരത്തിൽ അവസരം ലഭിക്കാതിരുന്നതോടെ ആരാധകർ വലിയ നിരാശ പ്രകടിപ്പിച്ചിരുന്നു. മുൻ താരങ്ങളും ക്രിക്കറ്റ് വിദഗ്ധരും ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചിലർ യുവതാരത്തിന് ഉടൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറ്റു ചിലർ പരിചയസമ്പന്നരായ താരങ്ങൾക്ക് ആദ്യം അവസരം നൽകുന്നതാണ് ശരിയെന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇനി സഞ്ജു സാംസണിനും അഭിഷേക് ശർമ്മയ്ക്കും ഓരോ ഇന്നിംഗ്സും നിർണായകമാണ്. കാരണം ബെഞ്ചിൽ ഒരു യുവപ്രതിഭ അവസരത്തിനായി കാത്തിരിക്കുകയാണ്. അതിനാൽ അടുത്ത മത്സരത്തിൽ ഇന്ത്യൻ ടീം എന്ത് തീരുമാനമെടുക്കും? സഞ്ജുവിന് വീണ്ടും അവസരം ലഭിക്കുമോ? അതോ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വൈഭവ് സൂര്യവംശിക്ക് ഇന്ത്യക്ക് അരങ്ങേറ്റം കുറിക്കാൻ അവസരം ലഭിക്കുമോ? ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത മത്സരത്തിനായി ടീമിനെ പ്രഖ്യാപിക്കുമ്പോഴേക്കും അതിന്റെ ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും.